This is what I was waiting in Vande Bharat. ഞാൻ ഇരുന്ന് ചൂണ്ടയിട്ടു നിന്ന് ചൂണ്ടയിട്ടു മീൻ കിട്ടാത്ത വിഷമം. ഹായ് ഓൾ, ഇതെൻ്റെ സമ്മർ വെക്കേഷൻ ട്രിപ്പാണ്. വി ആർ ഗോയിങ് ടു ആലപ്പുഴ. ദിസ് ഈസ് മൈ ഫസ്റ്റ് വന്ദേ ഭാരത് ട്രിപ്പ്. ഈ യാത്ര ഞാനും അമ്മയും അബ്ബയും എൻ്റെ കുഞ്ഞനിയൻ സിദ്ധുവും കൂടിയായിരുന്നു. വി ആർ വെരി എക്സൈറ്റഡ്. ഇതെൻ്റെ സിദ്ധു ആദ്യമായിട്ട് ട്രെയിനിൽ പോകുന്നതാ. പിന്നെ പത്രം വന്നു. ആ സമയത്ത് സിദ്ധു കളിയിലായിരുന്നു. പിന്നെ പത്രം വേണമെന്നായി. എന്നിട്ട് വേറെ സീറ്റിൽ പോയിരുന്നു പത്രവായന തുടങ്ങി. കുറച്ചു നേരം നോക്കിയിരുന്നു അവൻ വേറെ സീറ്റിൽ പോയിരുന്നു. ആക്ച്വലി ഹി ഈസ് വെരി എക്സൈറ്റഡ്. അവന് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ബോറടിച്ചപ്പോൾ ഞാൻ കുറച്ചു നേരം ഇരുന്ന് കളർ കൊടുത്തു. സിദ്ധു എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ചിത്രം വരക്കുന്നു, കളർ കൊടുക്കുന്നു. എൻ്റെ പുറകിലിരുന്നായിരുന്നു സിദ്ധുവിൻ്റെ കളറടി. പിന്നെ ഫുഡ് വന്നു. ദിസ് ഈസ് വാട്ട് ഐ വാസ് വെയിറ്റിംഗ് ഇൻ വന്ദേ ഭാരത്. പക്ഷേ എക്സ്പെക്ട് ചെയ്ത പോലെ അത്രയൊന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും സിദ്ധുവും കുറച്ച് നേരം കഴിച്ചു. ഞാൻ അവന് വെറുതെ ദേഷ്യം ഒളിപ്പിച്ചു. പിന്നീട് ചെറിയ ഫൈറ്റായി. സാൻഡ്വിച്ച് വന്നു. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച് ടേസ്റ്റി. സോ ഐ ഗേവ് ഇറ്റ് ടു അമ്മ. ഫൈനലി വി റീച്ച്ഡ് എറണാകുളം. അങ്ങനെ നമ്മൾ ആലപ്പുഴയിലെത്തി. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. അവിടെ കുറേ ബോട്ടുകളുണ്ടായിരുന്നു. ഞാനും സിദ്ധുവും ഹൗസ് ബോട്ടിൻ്റെ മുകളിൽ കയറി കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് ആലപ്പുഴ. പിന്നെ പാട്ടായി, ഡാൻസായി. സിദ്ധുവിൻ്റെ ഡാൻസ് കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഹൗസ് ബോട്ട് നിർത്തി. നമ്മൾ ഒരു കടയിൽ പോയി മീനുകൾ വാങ്ങി. അവിടെ ഞണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഒരു നീർക്കാക്ക വെള്ളത്തിൽ മുങ്ങി മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അങ്കിളില്ലാതിരിക്കുമ്പോൾ ഞാനും സിദ്ധുവും വെറുതെ സ്റ്റിയറിംഗ് വീല് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. പിന്നെ ഞാൻ അങ്കിളിനോട് ചോദിച്ചു, മീനെ പിടിക്കാൻ ചൂണ്ട തരുമോ? അങ്കിള് പറഞ്ഞു, ഞാൻ സാധിച്ചു തരാം. ഫുഡ് കഴിച്ചതിന് ശേഷം തരാമെന്ന് അങ്കിള് പറഞ്ഞു. പിന്നെ ഉച്ചഭക്ഷണത്തിന് സമയമായി. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്കിള് ചൂണ്ടയിടാൻ തുടങ്ങി. അങ്കിള് കുറച്ച് നേരം ഇട്ടു. പിന്നെ കിട്ടിയില്ല. പിന്നെ ഞാനും കുറേ നോക്കി. ആക്ച്വലി ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഗോണ ക്യാച്ച് എ ഫിഷ്. ഹൗസ് ബോട്ടിലെ അങ്കിൾമാരോട് ഞാനിങ്ങനെ ഫിഷ് പിടിക്കണം എന്നെല്ലാം ചോദിച്ചു. പിന്നെ ഞാൻ ഫിഷ് ബൈറ്റ് ചൂണ്ടയിൽ കുളത്തി ഇട്ട് നോക്കി. കിട്ടിയില്ല. പക്ഷെ ഞാൻ കുറേ ട്രൈ ചെയ്തു. പല രീതിയിലും ട്രൈ ചെയ്തു ഞാൻ. ആക്ച്വലി ഇറ്റ് വാസ് വെരി ഫൺ ടു ഫിഷ്. പക്ഷേ എനിക്കൊരു മീൻ പോലും കിട്ടിയില്ല. അതിൻ്റെ വിഷമം തീർക്കാൻ അങ്കിൾ എനിക്ക് ഹൗസ് ബോട്ട് ഓടിക്കാൻ തന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടി ഓടിക്കുന്നത്, അതും ബോട്ട്. ചുറ്റും ഒരുപാട് ബോട്ടുണ്ടായിരുന്നു. പിന്നെ സിദ്ധു ചൂണ്ടയിടാൻ തുടങ്ങി. The funny part is Sidhu is fishing on a moving boat. We know he cannot catch a fish on a moving boat, but he is simply trying. ഞാൻ അത് നോക്കിക്കൊണ്ടേയിരുന്നു. നല്ല രസമായിരുന്നു ഇങ്ങനെ വെള്ളത്തിന് നോക്കിയിരിക്കാൻ. ഇൻ ബിറ്റ്വീൻ ഒരുപാട് സ്പീഡ് ബോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ഡേ യാത്ര കഴിഞ്ഞ് നമ്മൾ ഹൗസ് ബോട്ടിനോട് ടാറ്റയും പറഞ്ഞ് റൂമിലോട്ട് പോയി. പിന്നെ ഞാനും സിദ്ധുവും കുറച്ച് നേരം കാർട്ടൂൺ നോക്കിയിരുന്നു. ഞാൻ ഏത് കാർട്ടൂൺ കണ്ടാലും അവൻ എൻ്റെ കൂടെ അത് എൻജോയ് ചെയ്യും. ദ എക്സൈറ്റിംഗ് പാർട്ട് വാസ് ദർ വാസ് എ സ്വിമ്മിംഗ് പൂൾ. ഐ എം നോട്ട് എക്സ്പേർട്ട് ഇൻ സ്വിമ്മിങ്, ബട്ട് ഐ ലവ് സ്വിമ്മിങ്. നെക്സ്റ്റ് മോർണിംഗ് ഞാനും അമ്മയും ചൂണ്ടയും ബൈറ്റും എടുത്താണ്. ഈ ചൂണ്ടയും ബൈറ്റും തന്നത് നമ്മൾ താമസിച്ച ഹോട്ടലിലൊരു ചേട്ടനായിരുന്നു. ചൂണ്ടിടാൻ പറ്റിയ നല്ലൊരു സ്ഥലം നോക്കി ഞാൻ ഇരുന്നു. I pretended like an expert in fishing. ഹൗസ് ബോട്ട് പോകുന്നത് കൊണ്ട് വെള്ളത്തിന് നല്ല അനക്കം. ഞാൻ ഇരുന്ന് ചൂണ്ടയിട്ടു, നിന്ന് ചൂണ്ടയിട്ടു, എന്നിട്ടും കിട്ടിയില്ല. പിന്നെ വേറെ സ്ഥലം മാറി നിന്നു, എന്നിട്ടും കിട്ടിയില്ല. ഒരുപാട് മീൻ ആ വെള്ളത്തിൽ ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ അങ്കിളിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നെറ്റിൽ കുടുങ്ങിക്കിടന്ന മീനായിരുന്നു എന്നാണ്. ഈ കരയിൽ കിട്ടാതായപ്പോൾ ഞാനും അമ്മയും അക്കരെ കരയിൽ പോയി. ഇതാണ് നെഹ്റു ട്രോഫി. വെള്ളംകളി നടക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്. വള്ളംകളി. അവിടെ നിന്നും മീൻ കിട്ടാത്ത വിഷമം ഞാൻ ആ അപ്പൂപ്പനോട് പറയുകയായിരുന്നു. ഇവിടെ 2000+ ഹൗസ് ബോട്ട് ഉണ്ടെന്നാണ് ആ അപ്പൂപ്പൻ പറഞ്ഞത്. മീൻ കിട്ടാത്ത സങ്കടത്തിൽ ഞാനും അമ്മയും റൂമിലോട്ട് മടങ്ങി. വൈകുന്നേരം ലുലു മോളിൽ പോയി കുറേ റൈഡിൽ കയറി. സിധു വാസ് വെരി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. മീ ടു. അവിടെ എല്ലാ റൈഡും അടിപൊളിയായിരുന്നു. പിന്നെ ഞാനൊരു അഡ്വഞ്ചർ സ്പോട്ടായ ക്ലൈംബിംഗ് ഏരിയയിൽ പോയി. കയറാൻ നോക്കി, പക്ഷെ പറ്റിയില്ല.
അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ 2 പ്രാവശ്യം മുകളിൽ കയറി ബെല്ലടിച്ചു. ആ ബെല്ല് പ്രസ് ചെയ്തവർക്ക് ഐസ്ക്രീം കൂപ്പണായിരുന്നു സമ്മാനം. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് ഒട്ടും കയറാൻ പറ്റുന്നില്ല. മേ ബി ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാനും സിദ്ധുവും ഒരു കുഞ്ഞു റൈഡിൽ കയറി. ദിസ് ഈസ് വാട്ട് ഐ എൻജോയ്ഡ് എ ലോട്ട്. റിയൽ ലൈഫ് കാർ ഓടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് ഓടിക്കാൻ. ക്ലച്ചും ഗിയറും ആക്സിലേറ്ററും ബ്രേക്കും സ്റ്റിയറിംഗ് വീലും ഹോണും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് ഈ കാർ ഓടിക്കാൻ. പിന്നെ ഞാനും അബയും, അച്ഛനെയാണ് ഞാൻ അബ്ബ എന്ന് വിളിക്കുന്നത്, അബ്ബ എന്നെ നിർബന്ധിച്ച് റോളർ കോസ്റ്ററിൽ കയറ്റി. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് സ്കെയറി. ദിസ് വാസ് ദ ബെസ്റ്റ് ട്രിപ്പ് ഐ ഹാഡ് ഇൻ മൈ ലൈഫ്.